ഹായ്, ഇതൊരു സാംസങ്ങിൻ്റെ S23 അൾട്ര സെറ്റാണ്. ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുൻപേ കസ്റ്റമർ ഇതിനൊരു UV ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ UV ഗം ഈ സെറ്റിനുള്ളിൽ ഇറങ്ങിയിട്ട് ഡിസ്പ്ലേ ഗ്രീൻ സ്ക്രീൻ ആയിപ്പോയി. ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ആവുന്ന ഇഷ്യൂ ഐഫോൺസിൻ്റെ പ്രീമിയം മോഡൽസിലും സാംസങ്ങിൻ്റെ പ്രീമിയം മോഡൽസിലൊക്കെ ഒരുപാട് വരാറുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ഈ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഡിസ്പ്ലേ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്പ്ലേയുടെ ഫ്ലെക്സാണ് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ആ ഒരു ഫ്ലെക്സ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഒരുവിധം മോഡൽസ് ഒക്കെ ശരിയാവാറുണ്ട്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ ഫ്ലെക്സിൽ കട്ടായി പോകുന്ന ലൈൻസ്, ഇങ്ങനെയുള്ള ലൈൻസാണ് ഡിസ്പ്ലേ ഫ്ലെക്സിൽ വരുന്നത്. ഇത്തരം ലൈൻസിൽ കട്ടായത് മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടക്റ്റീവ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് മിസ്സായ ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സെറ്റിൽ നമുക്ക് ഈ ഡിസ്പ്ലേ ഫ്ലെക്സ് മാറ്റേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UV ഗം ഇറങ്ങിയിട്ട് ഒരുവിധം കണക്ഷൻസ് എല്ലാം ബ്രേക്കായിപ്പോയി. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, സെറ്റിന് UV ഗാർഡ് ഇടാൻ പറ്റുമോ എന്നുള്ളത്. UV ഗാർഡ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ UV ഗാർഡ് ഇടുമ്പോൾ ഗമ്മ് സെറ്റിനുള്ളിൽ പോകാതെ ശ്രദ്ധിക്കണം. ഗമ്മ് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റും മദർ ബോർഡിൽ കംപ്ലൈൻറ്റും സ്റ്റൈലിസും അങ്ങനെ പല കംപ്ലൈൻറ്റ്സും വരാറുണ്ട്. അപ്പോൾ ഇത് ടെക്നീഷ്യൻസിനോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സെറ്റുകളിൽ ഈ ഒരു ഫ്ലെക്സ് ബോണ്ടിങ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്റ്റീവ് പേസ്റ്റ് ഇട്ട് ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, ഇനി ഏതെങ്കിലും സെറ്റ് ഐഫോൺ ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറ്റേണ്ടതില്ല. അത് ഒരു 99% നമുക്ക് ഈ ഒരു കണ്ടക്റ്റീവ് പേസ്റ്റിലോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സ് മാറ്റിയിട്ടോ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫ്ലെക്സ് ചേഞ്ചിങ്ങിനുള്ള മെഷീനാണ് ഈ വരുന്നത്. ഈ മെഷീനിൽ നമുക്ക് ഈ ഫ്ലെക്സ് പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു കണ്ടക്റ്റീവ് പേസ്റ്റ് ഇട്ടിട്ട് ഇതുപോലൊരു നല്ല മൈക്രോസ്കോപ്പും പിന്നെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.